ഡി ഇതെന്തോന്നാ? എന്താ ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പെൺകുട്ടിയെ റൗഡിക്ക് ഇഷ്ടമാവില്ലേ? അഞ്ജലി സാരിയെല്ലാം ഉടുത്ത് റെഡിയായത് കണ്ട് ഗൗതം അന്തം വിട്ടു. റൗഡിക്ക് ഇഷ്ടമാകുമായിരിക്കും, പക്ഷെ നിന്നെ കെട്ടാൻ പോകുന്നവന് ഇഷ്ടമാവില്ല. ഗൗതം കളിയിലാണ് പറഞ്ഞതെങ്കിലും അഞ്ജലിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞിരുന്നു. കാര്യം മനസ്സിലായതും ഗൗതം അവളുടെ അടുത്ത് പോയി നിന്നു. അഞ്ജു, ബി സീരിയസ്. നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് മറക്കരുത്. നിതിനുമായി അടുത്ത മാസം നിന്റെ വിവാഹമാണ്. അഞ്ജലി അവനെ നോക്കി. ആ സമയം അവളുടെ കണ്ണിൽ നീർത്തിളക്കം ഗൗരവ് കണ്ടു. ഗൗതം, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിന്നോട് ഞാൻ ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ചെറുപ്പം മുതൽ നമ്മൾ ഒരുമിച്ചായിരുന്നു. പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം മാത്രം മറച്ചു വെച്ചു. മനഃപൂർവ്വമല്ലടാ. എനിക്കത് പറയാൻ കഴിയില്ലായിരുന്നു. അഞ്ജലി പറയുമ്പോൾ ഗൗതം ഗൗരവത്തോട് അവളെ സൂക്ഷിച്ചു നോക്കി. നിതിനെക്കുറിച്ച് അഞ്ജലി എല്ലാം ഗൗതമിനോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞത് ഗൗതം ആകെ ഷോക്കായി. എന്നിട്ടെന്താ നീ ഇതുവരെ? പറയാൻ തോന്നിയില്ല. നിന്നോട് പറഞ്ഞ് നിന്നെ സങ്കടപ്പെടുത്തണ്ട എന്ന് തോന്നി. അവൻ വേറെ റിലേഷൻ വല്ലതും? അറിയില്ല. ഇത്രയും ദിവസം എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു. പക്ഷെ അവനൊരു കോള്, പോട്ടെ ഒരു മെസ്സേജ് അതുപോലും ഇല്ലടാ. അഞ്ജലി ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ച് ഗൗതം അവളെ ചേർത്ത് പിടിച്ചു. എടാ, നീ കരയില്ലടാ. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയില്ലായിരുന്നു. അവളുടെ സങ്കടം മാറ്റാൻ, വിഷമം മാറ്റാൻ വേണ്ടി ഗൗതം വീണ്ടും ശിവയുടെ കാര്യം പറഞ്ഞു. സാരിയൊക്കെ ഓക്കെ, പക്ഷേ മേക്കപ്പ് ഇത്തിരി കൂടിപ്പോയി. സിമ്പിളായിരിക്കും റൗഡിക്ക് ഇഷ്ടം. ആണോ? എന്നാ വെയിറ്റ്. അഞ്ജലി കണ്ണാടി മുന്നിൽ പോയി നിന്ന് എല്ലാം തുടച്ചു മാറ്റിയിരുന്നു. പിന്നെ തിരിഞ്ഞു നിന്നു ഗൗതമിനെ നോക്കി. ഗൗതം ഓക്കെ എന്ന് കാണിച്ചു. അപ്പോഴാണ് ശിവയുടെ ബൈക്കിൻ്റെ ശബ്ദം അഞ്ജലിയുടെ കാതിൽ പതിഞ്ഞത്. ആ നിമിഷം അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മുന്നിൽ നിൽക്കുന്ന ഗൗതമിനെ ബെഡിലേക്ക് തള്ളിയിട്ട് അവൾ വാതിൽ തുറന്ന് ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് ഓടി. മിക്കവാറും ഇവള് തേപ്പുകാരിയാവും. മോനെ നിതിനെ, നിന്റെ പെണ്ണ് പോയടാ. ഗൗതം ബെഡിൽ മലർന്നു കടന്നുകൊണ്ട് പറഞ്ഞു. അഞ്ജലി ഓടിക്കിതച്ചുകൊണ്ട് ബാൽക്കണിയിലെത്തുമ്പോൾ ശിവ ബൈക്കിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് പോവുകയായിരുന്നു. അവനെ ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. അഞ്ജലി ആ സങ്കടത്തിൽ മുഖം ചുളിച്ച് നിൽക്കുമ്പോഴാണ് ഡാനി ജീപ്പിൽ നിന്നും ഇറങ്ങി അവൾക്ക് നേരെ കൈവീശിയത്. അത് കണ്ടതും അഞ്ജലി പോടാന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് പോയി. ഡാനി അത് കണ്ട് ചമ്മിയ ഭാവത്തോടെ കൈകൊണ്ട് ഈച്ചയെ ആട്ടുന്ന പോലെ കാണിച്ചു. പിന്നെ ഉമ്മിണ്ടാ കനപ്പിച്ചു നോക്കി. ശിവയുടെ പുച്ഛം നിറഞ്ഞ ഭാവം അയാൾ കൂടുതൽ രോഷം കൊള്ളിച്ചു. അഞ്ജലി അജയുടെ മുറിയുടെ വാതിൽ തട്ടി. കുറച്ചു കഴിഞ്ഞ് ഷാലിനി വന്ന് വാതിൽ തുറന്നു. അഞ്ജലി അകത്ത് കയറിയതും അജയ് സോഫയിൽ നിന്നും എഴുന്നേറ്റു. അഞ്ജലിക്ക് മനസ്സിലായി അജയ് അവിടെയാണ് കിടന്നതെന്ന്. പക്ഷെ അഞ്ജലി അതിനെക്കുറിച്ചൊന്നും അവരോട് പറഞ്ഞില്ല. നാത്തൂസ്, അമ്മ വന്നിട്ടുണ്ട്. ആണോ? ഷാലിനി കുളി കഴിഞ്ഞ് മുടി കെട്ടി വെച്ചിരിക്കുവാണ്. അവൾ മുടിയഴിച്ച് കുളിർപ്പിന്നൽ കെട്ടി. ഷാലിനി സന്തോഷത്തോടെ പോകുന്നത് കണ്ട് അഞ്ജലി ചിരിച്ചു. അവൾ പോയതും അഞ്ജലി അജയുടെ അടുത്തേക്ക് പോയി. ഇവിടെയാണോ കിടന്നത്? അവളൊന്നും സംസാരിക്കാൻ പോലും നിന്നു തരുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? വഴിയുണ്ടാക്കാം ഏട്ടാ. ഏട്ടൻ റെഡിയായി വാ. താഴെ അവരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അഞ്ജലി അജയോട് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി. താഴെ പോകാൻ മനസ്സതിയായി കൊതിക്കുന്നുണ്ട് എങ്കിലും എന്തോ അവൾക്ക് പോകാനൊരു പേടി. ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. സ്റ്റിയറിൽ നിന്നും അവൾ പതിയെ താഴേക്ക് നോക്കി. രമേശിനെ കണ്ടതും അവൾ വേഗം തല പിൻവലിച്ചു. പിന്നെ കുറച്ച് നീങ്ങി നിന്ന് ശിവയെ കാണാൻ പറ്റുമോ എന്ന് നോക്കി. ഒരാംഗിളിലെത്തിയതും അവനെ കാണാൻ കഴിഞ്ഞു. അവനെ കണ്ടതും അവളുടെ ചുണ്ടുകൾ വിരിഞ്ഞു. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം. അവനെ തന്നെ നോക്കി, അവനെ മാത്രം നോക്കി അവൾ അങ്ങനെ തന്നെ നിന്നു. നീ വരുന്നില്ലേ? പുറകിൽ നിന്ന് അജയ് ചോദിച്ചതും അവൾ ഞെട്ടി. പിന്നെ അത് മറച്ചു വെച്ച് അതേന്ന് തലയാട്ടി. അവളെയും കൂട്ടി അജയ് താഴേക്ക് നടന്നു. അജയുടെ പുറകിൽ ഒളിച്ചുകൊണ്ട് അഞ്ജലി നടന്നു. താഴെ എത്തിയതും അവൾ വേഗം രാധയുടെ അടുത്തേക്ക് പോയി. ആരെയും നോക്കാതെ അവൾ താഴെ നോക്കി. തന്നിലുണ്ടാവുന്ന നാണം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല എന്നവൾ തിരിച്ചറിഞ്ഞു. അഞ്ജലിയുടെ നിൽപ്പ് കണ്ട് ഗൗതമിന് ചിരി വരുന്നുണ്ട്. അഞ്ജലി രാധയുടെ ചുമരിന് പുറകിൽ നിന്നും പതിയെ മിഴികൾ ഉയർത്തി. ആ നിമിഷം അത് പാഞ്ഞത് ശിവയിലേക്കാണ്. അവൻ്റെ കണ്ണുകളും തന്നിലാണെന്നറിഞ്ഞതും അഞ്ജലിയുടെ ഹൃദയം നിലച്ചു. ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി അവൾ. അവിടെ അവർ രണ്ടുപേരും മാത്രമായിരുന്നു എങ്കിൽ എന്ന് പോലും അഞ്ജലി ആഗ്രഹിച്ചു. അഞ്ജലിയുടെ നോട്ടം കണ്ടതും ശിവ വേഗം നോട്ടം മാറ്റി. അഞ്ജലിയെയും ശിവയെയും നോക്കി അവിടെ രണ്ട് ജോഡി കണ്ണുകൾ ഉണ്ടായിരുന്നു. ഡാനിയും ഗൗതമും. അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അഞ്ജലിയും ശിവയും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന്. സിറ്റൗട്ടിൽ നിന്നും സിഗരറ്റ് വലിക്കുകയായിരുന്നു ശിവ. അവൻ അസ്വസ്ഥതയോടെ സിഗരറ്റ് വേഗം വലിച്ചു വിട്ടു.
കണ്ണിലപ്പോഴും അഞ്ജലി എന്ന കാഴ്ചയാണ്. എത്ര ശ്രമിച്ചിട്ടും അതും ആയുന്നില്ല. സ്റ്റെയർ ഇറങ്ങി വരുന്ന അവളെ കണ്ടതും അവൻ പരിസരം മറന്നു. എല്ലാം മറന്ന് അവളെ മാത്രം നോക്കിയിരുന്നു പോയി. ഛേ! അവൻ തല കുടഞ്ഞുകൊണ്ട് വീണ്ടും സിഗരറ്റ് വലിച്ചു. തനിക്കെന്താ പറ്റിയത് എന്നറിയാതെ അവന് ദേഷ്യം വന്നു. അവൻ്റെ നിൽപ്പ് കണ്ട് ഡാനി പുറകിൽ ചുമരിൽ ചാരി നിന്ന് ചിരിച്ചു. പിന്നെ പതിയെ അവൻ്റെ അരികിൽ വന്നു അവനോട് ചോദിച്ചു, എന്താടാ? ഒന്നുമില്ല, വേഗം ഇറങ്ങണം, ലക്ഷ്മിയമ്മയെ വിളിച്ചു വാ. വന്നതല്ലേ ഉള്ളൂ, മാത്രമല്ല അവളെ ഞാൻ ശരിക്കൊന്നും കണ്ടുപോലുമില്ല. ഡാനി നാണത്തോടെ പറഞ്ഞുകൊണ്ട് തിരിച്ചകത്തേക്ക് നടന്നതും ശിവ സിഗരറ്റ് കുറ്റി മുറ്റത്തേക്ക് എറിഞ്ഞ് അകത്തേക്ക് പോയി. ശാലിനി അവരോടൊക്കെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ശിവയ്ക്ക് മനസ്സിലായി. രാധ കൊടുത്ത കാപ്പി എടുത്തുകൊണ്ട് ശിവ വീണ്ടും സിറ്റ് ഔട്ടിലേക്ക് തന്നെ പോയിരുന്നു. അതിൻ്റെ ശിവ അഞ്ജലിയെ തിരഞ്ഞു, പക്ഷേ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും ആ വിളി വന്നത്. ഏയ് റൗഡി! അഞ്ജലി അവൻ്റെ അടുത്തേക്ക് അടുക്കുന്തോറും ശിവ വെപ്രാളപ്പെട്ടു. അവൻ അസ്വസ്ഥതയോടെ വേഗം തിരിഞ്ഞു നിന്ന് കാപ്പി ചുണ്ടോടി ചേർത്തു. അത്രയും സമയം അഞ്ജലി അവനെ കണ്ണിൽ ഒപ്പിയെടുക്കുവാണ്. അവൻ്റെ മുഖമാകെ അവളുടെ മിഴികൾ ഒഴുകി നടന്നിരുന്നു. നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന അവൻ്റെ കുഞ്ഞുമുടിയോട് പോലും അവൾക്ക് പ്രണയം തോന്നി. എത്ര കണ്ടിട്ടും മതി വരാതെ അവർ രണ്ടുപേരെയും വീക്ഷിച്ചുകൊണ്ട് വാതിലിന് പുറകിൽ ഡാനിയും പുറത്ത് തൂണിന് മറവിൽ ഗൗതമും ഉണ്ടായിരുന്നു. ഗൗതം അവരുടെ സംസാരം കേൾക്കാൻ കാതു കൂർപ്പിച്ചു. എന്തെവിടെ വന്നു നിൽക്കുന്നേ? ശിവ മറുപടി നൽകിയില്ല. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ നിന്നു. അഞ്ജലി അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങിയതും ശിവ വേഗം പുറകിലേക്ക് മാറി. എന്താ? ഒന്നുമില്ല, തനിക്കെന്താ? നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ? അയ്യടാ, ഇത് തൻ്റെ വീടല്ല, ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ നിൽക്കും, താൻ എന്തോ ചെയ്യും? അഞ്ജലിയുടെ വാക്കുകൾ കേട്ട് ശിവയ്ക്ക് ദേഷ്യം വന്നു. ഒപ്പം അവളുടെ നോട്ടവും കൂടെ സഹിക്കവയ്യാതെ അവൻ വേഗം മുഖം തിരിച്ചു. ഈ റൗഡീസ് ഒന്നും ചിരിക്കില്ലേ? അഞ്ജലിയുടെ ചോദ്യം കേട്ട് ശിവ അവളെ തുറിച്ചു നോക്കി. അത് കണ്ടപ്പോൾ അഞ്ജലിക്ക് പേടി തോന്നിയെങ്കിലും അവൾ പിടിച്ചു നിന്നു. അല്ല, താൻ ചിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നമ്പ്യാരുടെ മോൾക്ക് പ്രത്യേകിച്ചൊരു പണിയുമില്ലാത്തത് കൊണ്ടാണോ ആരെങ്കിലും ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്നത്? മോള് പോയി ഇത് കഴുകി വെക്ക്. അഞ്ജലിയുടെ കയ്യിലേക്ക് കാപ്പി കുടിച്ച ഗ്ലാസ് വെച്ചു കൊടുത്തുകൊണ്ട് ശിവ അകത്തേക്ക് പോയി. അഞ്ജലി ചുണ്ടുകൂട്ടി അവൻ പോയ വഴിയെ നോക്കി നിന്നു. ശിവ വരുന്നത് കണ്ടതും ഡാനി വേഗം സ്ഥലം വിട്ടു. ഗ്ലാസ് പിടിച്ചു നിൽക്കുന്ന അഞ്ജലിയുടെ അടുത്തേക്ക് ഗൗതം ഓടി വന്നു. അവളുടെ തലയ്ക്കൊരു കൊട്ടു കൊടുത്തു അവൾ. എന്താണ് പൊട്ടി? എങ്ങനെയെങ്കിലും വളക്കാൻ നോക്കാതെ അവൾ ചിരിക്കാത്തതിന് അന്വേഷിക്ക് പോയിരിക്കുന്നു. ശാപം. അത് പിന്നെ പെട്ടെന്ന് ഐ ലവ് യു എന്നൊക്കെ പറയാൻ പറ്റുമോ? മാത്രമല്ല അങ്ങനെ പറഞ്ഞവളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ പൊന്നുമോളുടെ പ്ലാൻ എന്താ? അടുത്ത മാസം കല്യാണമാണ്, അതിന് മുന്നേ എന്തെങ്കിലും ആകുമോ? കണ്ടോ ഗൗതം, അടുത്ത മാസം എൻ്റെ കല്യാണം ആയിരിക്കും. പക്ഷേ ചെക്കൻ നിതിനല്ല, എൻ്റെ റൗഡിക്കുട്ടനായിരിക്കും. നടന്നാൽ കാണാം. അവൻ അത്ര പെട്ടെന്നൊന്നും അടുക്കുമെന്ന് തോന്നുന്നില്ല മോളെ അഞ്ജൂസേ. അല്ല, നിനക്കിപ്പോൾ എന്താ എൻ്റെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? കുറച്ചു മുന്നേ വരെ ഈ ആവേശം കണ്ടില്ലല്ലോ. അഞ്ജലി ഗൗതമിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തിരിച്ചു ചോദിച്ചിരുന്നു. അത് പിന്നെ ശിവ എൻ്റെ അളിയനായാൽ ഗുണം എനിക്ക് കൂടെ അല്ലടി പൊന്നെ. ഗൗതം അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് കൊഞ്ചി പറഞ്ഞു. അഞ്ജലിയുടെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു ഗൗതം അവളുടെ കൂടെ നിന്നത്. അവളുടെ എല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ള ഗൗതം ഇതിനും അവളുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് അവൾക്കും അറിയാം. അഞ്ജലി ശിവ കുടിച്ച കപ്പിലേക്ക് നോക്കി. അതിൻ്റെ അടിയിൽ അവശേഷിച്ച കാപ്പി അവൾ ചുണ്ടോടി ചേർത്തു. മിഴികളടച്ച് അവൾ അത് നുകർന്നു. അത് കണ്ട് ഗൗതം അന്തം വിട്ടു. തുടങ്ങി മോളെ, പ്രണയത്തിൻ്റെ അസ്കിത തുടങ്ങി. ഇനി ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. അഞ്ജലി ഗൗതം പറയുന്നത് കേട്ട് നാണത്തോടെ അകത്തേക്ക് ഓടി. അഞ്ജലിയുടെ സന്തോഷം കണ്ട് ഗൗതം ചിരിച്ചു. അവളുടെ മനസ്സിൽ ശിവയോട് പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയം അവൾക്ക് നേടിക്കൊടുക്കാൻ താൻ എന്തിനും കൂടെ നിൽക്കുമെന്ന് ഗൗതം ആ നിമിഷം തീരുമാനിച്ചു. അമ്മുവിന് അഞ്ജലിയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവൾ അഞ്ജലിയെ നോക്കി തന്നെ ഇരിക്കുവാണ്. അഞ്ജലി ഹാളിലേക്ക് വരുന്നത് കണ്ട് അമ്മു അവളുടെ അടുത്തേക്ക് പോയി. അഞ്ജലി അമ്മുവിനെ കണ്ടതും കെട്ടിപ്പിടിച്ചു. അമ്മൂസേ, സുഖാണോടി? പറയുന്നത് കേട്ടാത്തൊന്നും കണ്ടിട്ട് ഒരുപാട് ദിവസമായെന്ന്. അമ്മ പറയുന്നത് കേട്ട് അഞ്ജലി ചിരിച്ചു. അവളെയും കൊണ്ട് അഞ്ജലി അവളുടെ മുറിയിലേക്ക് പോയി. പോകുമ്പോൾ ശിവയെ ഒളി കണ്ടിട്ട് നോക്കാനും അവൾ മറന്നില്ല. അമ്മ അത്രയും വലിയ വീടും അഞ്ജലിയുടെ മുറിയും എല്ലാം കണ്ട് കണ്ണും മിഴിച്ച് നിൽക്കുവാണപ്പോൾ. ഇത്ര വലിയ വീട്ടിലെ ചേച്ചി എന്തിനാ ശിവേലിൻ്റെ കൂടെ അവിടെ വന്ന് താമസിച്ചത്? താമസിച്ചതല്ല, താമസിപ്പിച്ചതാണ്. എന്തിന്? അതൊക്കെ പിന്നെ പറയാം, ഒരുപാടുണ്ട് പറയാൻ.
ശാലിനിക്ക് വേണ്ടിയാണ് തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നറിഞ്ഞ അമ്മുവിന് സങ്കടമായാലോ എന്ന് തോന്നിയാണ് അഞ്ജലി അപ്പോൾ ഒന്നും പറയാതിരുന്നത്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ അമ്മ ഒരു പാവമാണെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്ന് അവർ താഴേക്ക് പോയി. ശാലിനിയെയും അഞ്ജലിയെയും വൈകുന്നേരം വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലക്ഷ്മി ഇറങ്ങാൻ തുടങ്ങി. രമേശ് പിന്നെ അങ്ങോട്ടേക്ക് വന്നതേയില്ല. ഭക്ഷണം കഴിച്ചു പോകാമെന്ന് രാധ പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല. ഇറങ്ങാൻ നേരം രാധ അവരെ സന്തോഷത്തോടെ യാത്രയാക്കി. പുറകിൽ നിൽക്കുന്ന അഞ്ജലിയുടെ കണ്ണുകൾ ശിവയിൽ തന്നെയായിരുന്നു. മുന്നേറിറങ്ങി പോകുന്ന ശിവയെ അഞ്ജലി പരിസരം പോലും മറന്ന് നോക്കി നിന്നു. ബൈക്കിൽ കയറിയിരുന്ന ശിവ കണ്ണാടിയിൽ കൂടെ അഞ്ജലിയെ കണ്ടു. അവളുടെ മിഴികൾ തന്നിലാണെന്ന് മനസ്സിലായി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്പീഡിൽ പാഞ്ഞു പോകുന്ന ശിവയെ നോക്കി ഡാനി ജീപ്പിൽ കയറി. ചിരിച്ചോണ്ട് ഡാനി മനസ്സിൽ പറഞ്ഞു, നീ എത്ര ദിവസം ഒളിപ്പിച്ചു വെക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അവരെല്ലാം പോയതും അഞ്ജലി വേഗം മുറിയിലേക്ക് പോന്നു. അവൾ ബെഡിൽ കമിഴ്ന്നു കിടന്നു. മനസ്സിൽ ശിവയെ കണ്ട സന്തോഷം, ഒപ്പം എന്തൊക്കെയോ സങ്കടവും. അങ്ങോട്ടേക്ക് വന്ന ഗൗതം അവളുടെ അടുത്ത് മലർന്നു കിടന്നു. ഇനി കോളേജിൽ പോകുന്നില്ലേ നീ? നിനക്കറിയാലോ, ഇവിടെ നിന്ന് പോയി വരാനുള്ള ദൂരമുള്ളൂ. എങ്കിലും ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാ. ഇനിയിപ്പോൾ അവിടെ പോയാലും സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മൈൻഡാകെ ഡിസ്റ്റർബാണടാ. പിന്നെന്താ ചെയ്യുന്നേ? അഞ്ജലി എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിലെ തറയിലുള്ള ബീൻ ബാഗ് സോഫയിലിരുന്നു. ഗൗതം ചെരിഞ്ഞു കിടന്ന് അവളെ തന്നെ നോക്കി. ഞാൻ റൗഡിയോട് എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞാലോ? വാട്ട്? ഗൗതം ഞെട്ടി എഴുന്നേറ്റിരുന്നു പോയി. അഞ്ജലി അത്ര പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഗൗതം കരുതിയിരുന്നില്ല. അതേ ഗൗതം, എനിക്ക് റൗഡിയെ നഷ്ടപ്പെടാൻ വയ്യ. അവനില്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ. അവനെ കണ്ട ദിവസങ്ങളായിട്ടുള്ളൂ എങ്കിലും അവൻ്റെ കൂടെ ഒരുപാട് നാൾ കഴിഞ്ഞതുപോലെ തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളത് അവനോട് പറയണം. ഗൗതം അവൾ സംസാരിക്കുമ്പോൾ അവളുടെ അരികിലേക്ക് നടന്നു വന്നിരുന്നു. അവൻ അവളുടെ അരികിലിരുന്നു. അഞ്ജു, ശിവ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ? ഗൗതം ചോദിച്ചതും അഞ്ജലിയുടെ മുഖം വാടി. അവൾ തല താഴ്ത്തിയിരുന്നു. അവളുടെ അടുത്ത് ഉത്തരമുണ്ടായിരുന്നില്ല. ശിവ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല എന്നാണ് സത്യം. കാരണം അവൾ അവളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. അവളുടെ ഇഷ്ടത്തെക്കുറിച്ച്, അവളുടെ പ്രണയത്തെക്കുറിച്ച് മാത്രം. വാതിൽ മുട്ട് കേട്ടതും അഞ്ജലി എഴുന്നേറ്റു. രമേശ് മുറിയിലേക്ക് കയറി വന്നതും ഗൗതം എഴുന്നേറ്റ് അഞ്ജലിയെ ഒന്ന് നോക്കി മുറിയിൽ നിന്നും പോയി. രമേശ് അഞ്ജലിയുടെ അടുത്ത് വന്ന് അവളുടെ മുടിയിൽ തലോടി. അഞ്ജലി ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി. നിനക്ക് പപ്പയോട് ദേഷ്യമുണ്ടോ? ഇല്ല. അഞ്ജലി പറഞ്ഞത് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. കാരണം രമേശ് അങ്ങനെയെല്ലാം ചെയ്തിരുന്നില്ല എങ്കിൽ തനിക്ക് ശിവയെ കാണാൻ കഴിയില്ലായിരുന്നു എന്നാണ് അഞ്ജലി കരുതിയത്. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വന്നതാ. എന്നെ നിതിൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു, നിന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. രമേശ് പറയുന്നത് കേട്ട് അഞ്ജലി ഞെട്ടി. അവൾ മറുപടി നൽകാതെ അതേ നിൽപ്പ് നിന്നു. നടന്നൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. ഇനിയൊന്നും പറയാനും നിൽക്കണ്ട. ഞാൻ ഫോൺ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞത്. മോളും അങ്ങനെ പറഞ്ഞേക്ക്. രമേശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തിരിഞ്ഞു നടന്നു. വാതിൽക്കലെത്തിയതും രമേശ് വീണ്ടും അഞ്ജലിയുടെ നേരെ തിരിഞ്ഞു. ഇനി കോളേജിലൊന്നും പോവണ്ട. കല്യാണം കഴിഞ്ഞാൽ അമേരിക്കയിൽ പോകില്ലേ? ബാക്കിയൊക്കെ അവിടെ നിന്ന് പഠിക്കാൻ കേട്ടോ, അയാൾ അവളോട് പറഞ്ഞു. രമേശ് പോയതും അഞ്ജലി തളർച്ചയോടെ ഇരുന്നു. അവളുടെ മനസ്സിൽ സംഘർഷം നടന്നു. ഒരു ഭാഗത്തൊരു തെറ്റും ചെയ്യാത്ത നിതിൻ, പക്ഷെ അവനോട് ഇതുവരെ തനിക്ക് ഇങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ പോലും സന്തോഷമുണ്ടായിട്ടില്ല. മറുഭാഗത്ത് ദിവസങ്ങൾ കൊണ്ട് തൻ്റെ ഹൃദയം കവർന്നെടുത്ത ശിവ, അവനെ ഇനി മറക്കാൻ കഴിയില്ല. ജീവിക്കണമെന്ന് കൊതിക്കുന്നത് തന്നെ അവൻ്റെ കൂടെയാണ്. രമേശ് ഇറങ്ങിപ്പോകുന്നത് കണ്ട് ഗൗതം വീണ്ടും അഞ്ജലിയുടെ അടുത്തേക്ക് വന്നു. പക്ഷേ മെയിൻ പ്രശ്നം അതല്ല ശിവ. അവനറിയില്ല നിന്റെ ഇഷ്ടം. അവനും നിന്നോട് ഇതേ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കൂ. അല്ലെങ്കിൽ നിനക്ക് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് കേട്ട് അഞ്ജലി ദേഷ്യത്തോടെ നിന്നു. മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ടെൻഷൻ അവളുടെ മുഖത്ത് വ്യക്തമായി. നിന്റെ കൂടെ എന്തിനും ഞാനുണ്ട്. നിന്റെ സന്തോഷം അതുമാത്രമാണ് എൻ്റെയും സന്തോഷം. ഗൗതം അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അഞ്ജലി അവനെ കെട്ടിപ്പിടിച്ചു. ഗൗതം കൂടെ ഇല്ലെങ്കിൽ താനാകെ തകർന്നു പോകുമെന്ന് തോന്നി അവൾക്ക്. ആദ്യം ശിവ അറിയിക്കണം നാളെ തന്നെ. അഞ്ജലി ഗൗതമിൻ്റെ നെഞ്ചിൽ കിടന്നു പറഞ്ഞു. ഗൗതം മറുപടി പറഞ്ഞില്ല. ശിവയോട് അഞ്ജലി ഇഷ്ടം പറയുമ്പോൾ ഒരിക്കലും അവൻ അത് സ്വീകരിക്കില്ല എന്ന് ഗൗതമിന് അറിയാമായിരുന്നു. എങ്കിലും അവൻ അഞ്ജലിയുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം അജയും ഷാലിനിയും കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി. രമേശിനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും അഞ്ജലി നിർബന്ധിച്ചപ്പോൾ അയാൾ അനുസരിച്ചു.
ശാലിനിക്ക് വേണ്ടി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തത് അഞ്ജലി ആയിരുന്നു. അവനെ പറഞ്ഞയച്ച് അഞ്ജലി മുറിയിലേക്ക് പോയി. അവൾ ഫോണെടുത്ത് നോക്കുമ്പോൾ നിതിനായിരുന്നു. അവളോട് എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഒടുവിൽ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഹലോ, ഹേയ് അഞ്ജു, ഫുഡ് കഴിച്ചോ? ഇല്ല. എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു, അതാ ഞാൻ മെസ്സേജൊന്നും അയക്കാഞ്ഞത്. പ്രത്യേകിച്ച് എന്തെങ്കിലും? നോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അഞ്ജലി ഫോൺ കട്ടാക്കി ബെഡിലേക്ക് എറിഞ്ഞു. ഇവൻ്റെ കൂടെയാണോ ആയുഷ്കാലം കഴിയാൻ പോകുന്നത്? ഇല്ല അഞ്ജു, ഈ സ്ഥാനത്ത് നിന്റെ റൗഡി ആയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 തെറിയെങ്കിലും കേൾക്കാമായിരുന്നു. അവനാണ് നിനക്ക് മാച്ച്. അവന് പഠിപ്പും പണവും ഇല്ലെങ്കിലും നല്ല മനസ്സുണ്ട്. അത് മാത്രം മതി എനിക്ക്, അവൾ സ്വയം പറഞ്ഞു. ചുണ്ടിലിളം ചിരിയോടെ ശിവയുടെ ബനിയൻ ഷെൽഫിലെടുത്ത് അതിലേക്ക് തന്നെ നോക്കി അവൾ ഇരുന്നു. ഞാൻ നാളെ വരും റൗഡി. അഞ്ജലിയുടെ ഹൃദയം ഈ റൗഡിയുടെ അടുത്താണെന്ന് ഞാൻ പറയൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്വീകരിക്കില്ലേ നീ? അതോ എന്നെ വേണ്ടെന്ന് പറയുമോ? അഞ്ജലി സ്വയം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ബനിയൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മിഴികളടച്ചു. ഇതേ സമയം പാറകല്ലുകൾക്ക് മുകളിൽ മദ്യക്കുപ്പി പൊട്ടിച്ചിതറി. ശിവ ഡാനിയുടെ നേരെ പാഞ്ഞെടുത്തു. പൊട്ടി, വെറുതെ ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലാത്തതോ? ഞാൻ കണ്ടതാ നീ അവളെ നോക്കുന്നത്. പോരാത്തതിന് 2 പേരും മാറി നിന്നെന്തോ സംസാരിച്ചല്ലോ. ഡാനി, നീ നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. നമുക്കിടയിൽ ആ പ്രശ്നം വേണ്ട. ശാലിനിയുടെ പ്രശ്നം ഇവിടെ തീർന്നു. ഇവിടെ പ്രശ്നം ശാലിനിയല്ല, അഞ്ജലിയാണ്. ഡാനിയിൽ നിന്ന് മുഖം തിരിച്ചു നടന്നു. അവൻ അലസമായി കിടക്കുന്ന മുടി കാറ്റിൽ പറന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. ശിവനെറ്റിയിലെ മുടി ഒതുക്കി ദൂരെ നോക്കി നിന്നു. ഡാനി അവൻ്റെ പുറകിൽ പോയി. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയത് നിന്റെ ഈ മാറ്റം എന്ന നിന്റെ മനസ്സിൽ അവളോട് വല്ലതും? ഡാനിയുടെ വാക്കുകൾ കേട്ട് ശിവ ദേഷ്യത്തോടെ തലകുടഞ്ഞു. മറുപടി നൽകാതെ അവൻ അതേ നിൽപ്പ് തുടർന്നു. എന്നാൽ ഡാനി അവനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ശിവയുടെ മനസ്സിലുള്ളത് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഡാനി ഉറപ്പിച്ചിരുന്നു. എന്തായാലും അവളോട് എൻ്റെ ഇഷ്ടം ഞാൻ പറയാൻ പോവുക. ഇനി അവളെ സമ്മതിച്ചില്ലെങ്കിലും ഒരു രാത്രിയെങ്കിലും എനിക്ക് അവളെ വേണം. അവളെ കണ്ടപ്പോൾ ഡാനി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ തന്നെ ശിവയുടെ കൈകൾ ഡാനിയുടെ കവിളിൽ പതിഞ്ഞു. കവിളിൽ കൈവച്ച് ഡാനി ശിവയെ നോക്കി. ശിവയുടെ ക്രോധം നിറഞ്ഞ മുഖം കണ്ട് ഡാനിക്ക് ചിരിയാണ് വന്നത്. ശിവയുടെ ഉള്ളറിയാൻ ഡാനി മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതായിരുന്നു. അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ശിവ അവൻ്റെ മുഖത്തോട് മുഖമടുപ്പിച്ചു. ഇനി അവളെക്കുറിച്ച് നീ പറഞ്ഞ തെറ്റായൊരു നോട്ടമെങ്കിലും അവളെ നോക്കിയാലുണ്ടല്ലോ. ശിവയെ നിനക്കറിയാലോ. അവനെ പിറകിലേക്കുന്തി ശിവ ബൈക്കെടുത്ത് പോയി. ഡാനി കവളിൽ ഒഴിഞ്ഞുകൊണ്ട് അവൻ പോയ വഴി നോക്കി നിന്നു. എന്നാലും ഇഷ്ടമാണെന്ന് പറയരുതട പട്ടി. ഇതിനൊക്കെ ഉള്ളത് നീ അവളെ കെട്ടിയിട്ട് ഡാനി നിനക്ക് തരുന്നുണ്ട്. തെണ്ടി, 2 പല്ല് പോയെന്നാ തോന്നുന്നേ. കാലമാടൻ, ഇത് എത്രാമത്തെ പല്ല ഇളക്കുന്നത്? ഡാനി കവളിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അടിയെട്ടിയതിൻ്റെ വേദനയേക്കാൾ ഡാനിക്ക് കൂട്ടുകാരൻ്റെ സന്തോഷമായിരുന്നു വലുത്. ഡാനി മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി. ഡാനി പേടിച്ചാണ് വീട്ടിലേക്ക് വന്നത്. ശിവദേശത്തിൽ തന്നെയാണെങ്കിൽ വീണ്ടും അടി കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് അവൻ പതിയെ മുകളിലേക്ക് കയറിപ്പോയി. അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശിവയെ കണ്ടതും ഡാനി ശ്വാസം വലിച്ചു. അവൻ്റെ ഭാവം ശാന്തമായിരുന്നു. അതുകൊണ്ട് അവൻ ധൈര്യപൂർവ്വം ചെന്നു. ശിവയെ മൈൻഡ് ചെയ്യാതെ അവൻ്റെ അരികിൽ പോയിരുന്നു. ശിവ ഡാനി വന്നത് കണ്ടിട്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. ബിരിയാണിയുടെ മണം വന്നതും ഡാനിയുടെ കൺട്രോൾ പോയി. അവൻ ശിവയെ ദയനീയമായി നോക്കി. ശിവ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങൾ എടുത്തു പോയതും ഡാനി ദേഷ്യത്തിൽ മുഖം തിരിച്ചു. ഡാനി ബിരിയാണി ആദ്യമായിട്ടൊന്നല്ല കാണുന്നത്. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചില്ല എന്ന് കരുതി മനുഷ്യൻ ചത്തൊന്നും പോവില്ല. അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് വയറു തടവിക്കൊണ്ട് പറഞ്ഞു. ശിവ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുവാണ്. അവൻ്റെ പാത്രത്തിൽ ബാക്കിയൊന്നുമില്ലെന്ന് കണ്ടതും ഡാനിക്ക് വീണ്ടും ദേഷ്യം കയറി. നീ അത് മുഴുവൻ തിന്നോടാ തെണ്ടി. ഒരു രാത്രി ഭക്ഷണം കഴിച്ചില്ലെന്ന് വെച്ച് മനുഷ്യൻ ചത്തൊന്നും പോവില്ലെന്ന് ഇവിടെ ആരോ പറഞ്ഞല്ലോ. നിന്റെ അമ്മായിയപ്പൻ ആ നമ്പ്യാരാ പറഞ്ഞത്. ഡാനി പിറുപിറുത്തു. അവൻ പറഞ്ഞത് ശിവ കേട്ടിരുന്നില്ല. അവൻ പുറത്തിറങ്ങി പോകുന്നത് കണ്ട് ശിവ ചിരി അടക്കി പിടിച്ചു. ഡാനി നേരെ പോയത് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്കായിരുന്നു. അവൻ അകത്തു കയറി നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ലക്ഷ്മിയും ശാലിനിയും ഉണ്ടായിരുന്നു. അവനൊന്നും പറയാതെ ഒരു പ്ലേറ്റ് എടുത്ത് ബിരിയാണി വിളമ്പി സ്റ്റൂളിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. അവൻ്റെ പ്രവൃത്തി കണ്ട് ലക്ഷ്മിയും ശാലിനിയും അന്തം വിട്ടു. നിനക്കുള്ളത് അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നല്ലോ. മുഴുവൻ അവൻ കഴിച്ചു. വായിൽ ബിരിയാണി നിറച്ചുകൊണ്ട് പറയുന്ന ഡാനിയെ കണ്ട് ലക്ഷ്മി ചിരിച്ചു.
അവൻ്റെ പാത്രത്തിലെ തീർന്നതും ശാലിനി അവന് വീണ്ടും വിളമ്പിക്കൊടുത്തു. നിന്റെ ചെക്കനെവിടെ? മുറിയിലുണ്ട്. പിന്നെ നീ എന്ത് ഇവിടെ നിൽക്കുന്നേ? പൂടി അങ്ങോട്ട്. ഡാനി അവളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. അത് കണ്ട് ലക്ഷ്മി വീണ്ടും പുഞ്ചിരിയോടെ രണ്ടുപേരെയും നോക്കി. വയറു നിറയെ കഴിച്ചു കഴിഞ്ഞ് ഡാനി കൈ കഴുകി. പിന്നെ ലക്ഷ്മിയുടെ അരികിൽ വന്നു നിന്നു. അവളുടെ സങ്കടമെല്ലാം മാറി. ഇനി അമ്മയൊന്നും പേടിക്കേണ്ട, അവരുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൻ മുകളിൽ വരുമ്പോൾ ശിവ കിടന്നിരുന്നു. അവനെ ഒന്ന് നോക്കി ഡാനി കുളിക്കാൻ പോയി. ഡാനി ചോദിച്ചതും ഇന്ന് അഞ്ജലിയുടെ പെരുമാറ്റവും ഓർത്ത് കിടക്കുവാണ് ശിവ. കൈവിട്ടു പോകുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ അവൻ നന്നേ പാടുപെട്ടു. എന്തൊക്കെ സംഭവിച്ചാലും താൻ ആഗ്രഹിക്കുന്നത് നടക്കരുതെന്ന് മാത്രം ഓർത്തുകൊണ്ട് അവൻ മിഴികൾ അടച്ചു. ഡാനി വന്ന് അവൻ്റെ അടുത്ത് കിടന്നു. കിടന്ന കിടപ്പ് കണ്ടോ ഒരു കാമദേവൻ. നിന്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ഞാൻ കോളം തോണ്ടൂടെ തേണ്ടി കണ്ടോ നീ? പുതപ്പ് മുഖത്തേക്കിട്ട് ഡാനി ഉറങ്ങി. അപ്പോഴും ഉറക്കം വരാതെ ശിവ കിടക്കുന്നുണ്ടായിരുന്നു. കണ്ണടച്ചാൽ അഞ്ജലിയുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണിറുക്കി അടച്ച് അവൻ ഉറക്കം വരുത്താൻ ശ്രമിച്ചു. ഡി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന്. ഇത് ചെറിയൊരു വീടാണ്. ഈ മുറിയിലുള്ളത് അടുത്ത മുറിയിലേക്ക് കേൾക്കും. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. നിലത്തേക്ക് പായ വിരിക്കുന്ന ശാലിനിയുടെ അടുത്തുനിന്ന് അജയ്. ശാലിനി പായ വിരിച്ചു കഴിഞ്ഞതും അജയ് അതിൽ കിടന്നു. ശാലിനി അവനെ ദേഷ്യത്തിൽ നോക്കി. എണീക്ക്. ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കാതെ ഞാൻ എണീക്കില്ല. നിങ്ങൾക്ക് ശീലമില്ലാത്തതാണ്. നിലത്ത് തണുപ്പടിക്കും. തണുപ്പടിച്ചാലും വേണ്ടില്ല, നീ അടിക്കാതിരുന്നാൽ മതി. അജയ് പറയുന്നത് കേട്ട് ശാലിനിക്ക് ചിരി വന്നു. അവൾ അത് അവൻ കാണാതെ മറച്ചു വെച്ചു. ബെഡിലിരുന്നു കൊണ്ട് ശാലിനി അജയെ നോക്കി. നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊന്നും നടന്നതെന്നല്ലേ പറയാനുള്ളത്? ശരി, ഞാൻ സമ്മതിച്ചു. ഇനി എനിക്ക് അങ്ങനെ നീ സമ്മതിക്കണ്ട. സാവകാശം സമ്മതിച്ചാൽ മതി. ഞാനിന്ന് ഇവിടെ തന്നെ കിടക്കും. അജയ് ശാലിനിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. ശാലിനി എന്ത് ചെയ്യുമെന്നറിയാതെ അതേ ഇരിപ്പ് തുടർന്നു. അജയ് ഉറങ്ങിയെന്ന് കണ്ടതും അവൾ അവൻ്റെ അരികിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞതും വയറിൽ ഇഴയുന്നത് പോലെ തോന്നി ശാലിനി കണ്ണു തുറന്നതും അജയ് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടു. അവൻ ഉറക്കത്തിലാണെന്നറിഞ്ഞതും ആ കൈകൾ മാറ്റാതെ ശാലിനി അവനോട് ചേർന്ന് കിടന്നു. അവളുടെ ഉള്ളിലും എന്തൊക്കെയോ ഓടിമറഞ്ഞു. അവൾ ഇതുവരെ നടന്നതെല്ലാം ഓർത്തെടുത്തിരുന്നു ആ സമയം. അങ്ങനെ എപ്പോഴും അവളും ഉറക്കത്തിലേക്ക് വീണു. അഞ്ജലി രാവിലെ എഴുന്നേറ്റത് തന്നെ ഉത്സാഹത്തോടെ ആയിരുന്നു. അവൾ വേഗം കുളിച്ച് റെഡിയായി വന്നു. ശിവയ്ക്ക് നാടൻ വേഷമാവും ഇഷ്ടമെന്ന് കരുതി അവൾ സാരി ഉടുത്തു. നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട് മാത്രം തൊട്ടു. അവൾ താഴേക്ക് വരുമ്പോഴാണ് രമേശ് ഹാളിലിരിക്കുന്ന കണ്ടത്. അവൾ അയാളുടെ അടുത്ത് പോയി. ആഹാ, ഇന്നെന്തു പറ്റി? അങ്ങോട്ട് വന്ന രാധ ചിരിയോട് അഞ്ജലിയെ നോക്കി ചോദിച്ചു. അവൾ മനസ്സിലാവാത്തതുപോലെ രാധയെ നോക്കി. ഇനി അങ്ങോട്ട് കാക്ക മലർന്ന് പറക്കും ആൻറ്റി. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ഗൗതം സോഫയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞതും അഞ്ജലിക്ക് കാര്യം മനസ്സിലായി. എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് നേരത്തെ കുളിച്ചു. അതിന് ആരും കളിയാക്കണ്ട. അഞ്ജലി ഗൗതമിനെ നോക്കി പുച്ഛിച്ചു. നിന്റെ ആവശ്യം എന്തായെന്ന് അറിയാമെന്ന ഭാവത്തിൽ ഗൗതം അവളെ നോക്കിയിരുന്നു. അഞ്ജലി രമേശിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു വെപ്രാളം. പപ്പ. ആ, പറ മോളെ. അത് എനിക്ക് കോളേജ് വരെ ഒന്ന് പോകണം, അത്യാവശ്യമാണ്. അതിനെന്താ, പോയി വാ. ഒറ്റയ്ക്കാണോ പോകുന്നത്? ആ അതെ പപ്പ. ഒറ്റയ്ക്ക് പോകണ്ട, കാറെടുത്ത് പോയിക്കോ. അപ്പോൾ ഡ്രൈവർ കൂടി ഉണ്ടാവും. ആ എന്നാൽ ശരി, രണ്ടാളും പോയി വാ. അഞ്ജലി പറഞ്ഞത് കേട്ട് ഗൗതം സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അഞ്ജലി അവനെ നോക്കി കണ്ണുരുട്ടി വരാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അഞ്ജലി പോയതും ഗൗതം ടേബിളിൽ നിന്നും ചായ എടുത്ത് കുടിച്ചുകൊണ്ട് അവളുടെ പുറകിലോടി. അഞ്ജലി അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെയാണോ വരുന്നത്? പല്ലുപോലും തേച്ചില്ലേ? പിന്നെ എൻ്റെ പെണ്ണ് കാണാനൊന്നും അല്ലല്ലോ. നല്ല തല്ല് വാങ്ങാൻ പോകുമ്പോൾ പല്ല് തേക്കേണ്ട ആവശ്യം ഉണ്ടോടി കഴുതേ. പുളപ്പട്ടി, കരുനാക്ക് വളച്ച് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. പോകുമ്പോൾ അമ്പലത്തിലൊന്ന് കയറണം. അഞ്ജലി പറയുന്നത് കേട്ട് ഗൗതം ചിരിച്ചു. അവർ നേരെ അമ്പലത്തിൽ പോയി. ഗൗതം കാറിൽ തന്നെ ഇരുന്നു. അഞ്ജലി ഭഗവാനെ തൊഴുതു. ഈശ്വര ഭഗവാനെ കാത്തോളനെ. അടിയും വഴക്കുമായി നടക്കുന്ന ആ സാധനത്തിനോടൊരിഷ്ടം തോന്നിപ്പോയി. അതെൻ്റെ തെറ്റല്ലല്ലോ. ആ റൗഡിയില്ലാതെ ഇനി എനിക്ക് പറ്റില്ലെന്നേ. അതുകൊണ്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലും എന്നോട് ഇഷ്ടം തോന്നിക്കണം കേട്ടോ, പ്ലീസ്. എല്ലാം സെറ്റായ ഒരു ചുറ്റുവിളക്ക് തരാം ഞാൻ, കൈവിടല്ലേ. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗം ഇറങ്ങി ഓടി. കാറിൽ കയറിയിരുന്ന് ഫോണെടുത്ത് അജയുടെ നമ്പർ ഡയൽ ചെയ്തു. അവനോട് സംസാരിച്ച് ഫോൺ കട്ടാക്കി അഞ്ജലി സീറ്റിൽ ചാരിയിരുന്നു.
ഏട്ടൻ വീട്ടിലേക്ക് പോന്നു. ഇനി വേഗം വണ്ടി വിട്ടോ. നേരെ പോയത് ശിവയുടെ കോളനിയിലേക്കാണ്. അമ്മവും ലക്ഷ്മിയും തന്നെ കാണരുത് എന്ന് അവൾ പ്രാർത്ഥിച്ചു. ഭാഗ്യം കൊണ്ട് അവർ അവിടെ ഉണ്ടായിരുന്നില്ല. കാറിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുന്ന അഞ്ജലിയുടെ കയ്യിൽ ഗൗതം പിടിച്ചു. ഓൾ ദി ബെസ്റ്റ്. അഞ്ജലി അത് കേട്ട് ചിരിച്ചു. ഇനി അത് ബസ് ഇൻ കോൺട്രയാണെങ്കിൽ ജസ്റ്റ് ഒരു മിസ് ഇട്ടാൽ മതി. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോളാം. പോടാ. അവൻ്റെ കൈ മാറ്റി അഞ്ജലി കാറിൽ നിന്നും ഇറങ്ങി. മുകളിലേക്ക് കയറുമ്പോൾ അവളുടെ മനസ്സിൽ ശിവയുടെ കൂടെ ആദ്യമായി അവിടേക്ക് വന്ന ഓർമ്മയായിരുന്നു. ചുണ്ടിലിളം ചിരിയോടെ അവൾ മുകളിലേക്ക് കയറി. മുകളിലെത്തിയതും അതുവരെ തോന്നാത്ത പേടിയും വെപ്രാളവും അവളെ കീഴ്പ്പെടുത്തി. അടഞ്ഞു കിടക്കുന്ന വാതിൽ ലക്ഷ്യം വെച്ച് അഞ്ജലി നടന്നു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൾ പതിയെ വാതിൽ തട്ടി. 2 പ്രാവശ്യം തട്ടിയിട്ടും തുറക്കുന്നില്ലെന്ന് കണ്ട് വീണ്ടും തട്ടാൻ തുടങ്ങുമ്പോഴാണ് വാതിൽ തുറന്നു വന്നത്. ഉറക്കത്തിൽ നിന്നും ഉണർന്ന ആലസ്യത്തോടെ അവൻ കണ്ണു തിരുമ്മി. അവനെ കണ്ടതും എല്ലാം മറന്ന് അഞ്ജലി കണ്ണുമിഴിച്ചു. ശിവ കണ്ണു തിരുമ്മി നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അഞ്ജലിയെ കണ്ട് വിശ്വാസം വരാതെ വീണ്ടും സൂക്ഷിച്ചു നോക്കി. അഞ്ജലിയാണെന്ന് കണ്ടതും അവൻ അമ്പരന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്ത് അമ്പരപ്പ് മാറി അവിടെ ദേഷ്യം കയറിക്കൂടുന്നത് അഞ്ജലി ശ്രദ്ധിച്ചു. എന്താടി? അവൻ്റെ ശബ്ദം കേട്ട് അഞ്ജലി ഞെട്ടി. അവൾ വന്നത് എന്തിനായെന്ന് പോലും മറന്നിരുന്നു. അവൾ നിന്ന് പരുങ്ങി. അത് പിന്നെ ഞാൻ... നിനക്ക് വെക്കുണ്ടോ? കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോടി. അത് എന്താന്ന് വെച്ചാലേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ. മൊത്തം കയ്യിൽ നിന്ന് പോയെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. എങ്ങനെ അവനോടെല്ലാം പറയുമെന്നറിയാതെ അവൾ കുഴഞ്ഞു. ശിവയുടെ ശബ്ദം കേട്ടാണ് ഡാനി എഴുന്നേറ്റത്. അവൻ മൂരി നിവർന്നുകൊണ്ട് വാതിൽക്കിലേക്ക് നോക്കിയതും അഞ്ജലിയെ കണ്ടു. വിശ്വാസം വരാതെ വീണ്ടും കണ്ണു തിരുമ്പി നോക്കി. സത്യമാണെന്ന് കണ്ടതും വേഗം എഴുന്നേറ്റ് ശിവയുടെ പുറകിൽ പോയി നിന്നു. ഡാനി കൂടെ വന്നതും ശിവയ്ക്ക് ദേഷ്യം നുരഞ്ഞു പൊന്തി. ഡി പുല്ലേ, രാവിലെ തന്നെ നിന്റെ കഥകളി കാണിക്കാനാണോ വന്നേ? അവൻ്റെ ദേഷ്യം കണ്ട് അഞ്ജലി കരച്ചിലിൻ്റെ വക്കിലെത്തി. ഡാനി ശിവയെ പിടിച്ചു മാറ്റി അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. എന്താ കുട്ടിക്ക് എന്താ വേണ്ടേ? എളിമയോടെ ഡാനി പറയുന്നത് കേട്ട് ശിവ ദേഷ്യം നിയന്ത്രിച്ചു. ഡാനി വന്നെങ്കിലും അഞ്ജലിയുടെ നോട്ടം ശിവയിൽ തന്നെയായിരുന്നു. എനിക്കൊരു കാര്യം പറയാൻ. പറഞ്ഞോളൂ, എന്താണെങ്കിലും ചേട്ടനോട് പറഞ്ഞോളൂ. നിങ്ങളോടല്ല, എനിക്ക് ഇയാളോടാണ് പറയാനുള്ളത്. ഡാനി ചമ്മിയ മുഖത്തോടെ നിൽക്കുന്നത് കണ്ട് ശിവ ഉള്ളിൽ ചിരിച്ചുപോയി. ഡാനി പിന്നെ അവിടെ നിന്നില്ല, അകത്തേക്ക് പോന്നു. അവൻ പോയതും ശിവ അഞ്ജലിയുടെ അടുത്തേക്ക് പോയി. പറ, എന്താ കാര്യം? ഇവിടെ വെച്ചല്ല, പുറത്തെവിടെയെങ്കിലും. ഇവിടെ വെച്ച് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പോകാൻ നോക്ക്. പ്ലീസ്, അത്യാവശ്യ കാര്യമായോണ്ടാണ്. ശാലിനിയുടെ കാര്യമാണെന്ന് അറിഞ്ഞതും ശിവയൊന്ന് നിന്നു. നീ താഴെ നിൽക്ക്, ഞാൻ റെഡിയായി വരാം. അഞ്ജലി ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇറങ്ങിപ്പോയി. ശിവ കുളിച്ച് റെഡിയായി പോകുന്നത് ഡാനി നോക്കി നിന്നു. ഗൗതമിനോട് പറഞ്ഞ അഞ്ജലി ശിവയെ കാത്തു നിന്നു. ശിവ ബൈക്കിൽ കയറിയതും അഞ്ജലി പുറകിൽ കയറാൻ നിന്നു. നീ ഇതെങ്ങോട്ടാ? നീ നിന്റെ വണ്ടിയിൽ വന്നാൽ മതി. അതെന്തിനാ അവൻ വെറുതെ കൂടെ വരുന്നേ? നമ്മൾ പറയുന്നതേ അവൻ ഒളിഞ്ഞു കേട്ടാലോ? ശിവ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. അഞ്ജലി ചിരിച്ചുകൊണ്ട് ബൈക്കിൽ കയറിയിരുന്നു. ബൈക്ക് സ്റ്റാർട്ടായതും അഞ്ജലി ഗൗതമിനെ നോക്കി തംസപ്പ് കാണിച്ചു. അവൻ തിരിച്ചു. അവർ പോയതും കാറിൽ കയറാൻ നിന്ന് ഗൗതമിൻ്റെ മുന്നിലേക്ക് ഡാനി കയറി നിന്നു. ഗൗതം അവനെ നോക്കി പേടിയോടെ ചിരിച്ചു. ഡാനി അവനെ രൂക്ഷമായൊന്ന് നോക്കി. നീ വാ, നിന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. ഞാനില്ല, എനിക്ക് പോയിട്ട് വേണം ചായ കുടിക്കാൻ. ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ പറ്റില്ല. നിനക്കുള്ള ചായയും ചോറുമെല്ലാം ചേട്ടൻ തരാം, നീ വാ. ഡാനി അവൻ്റെ ഷട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. ഗൗതം പേടിയോടെ മനസ്സിലോർത്തു. അഞ്ജു, നിന്റെ പ്രണയത്തിൻ്റെ രക്തസാക്ഷി ഇതാ പോകുന്നു. ശിവ അവളെയും കൊണ്ട് പോയത് ബീച്ചിലേക്കായിരുന്നു. അഞ്ജലി പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. വെയിലായതുകൊണ്ട് തന്നെ അവനൊരു മരത്തിൻ്റെ തണലിൽ നിന്നു. അതുവഴി പോകുന്ന ആളുകളെല്ലാം ശിവയെ പേടിയോടെ നോക്കുന്നത് അഞ്ജലി കണ്ടു. ഒപ്പം അവൾക്ക് നേരെ പുച്ഛം നിറഞ്ഞ ഭാവവും. എന്താ പറയാനുണ്ടെന്ന് വെച്ച വേഗം പറ. എൻ്റെ കൂടെ ഒരുപാട് സമയം ഇങ്ങനെ നിന്നാ നിനക്ക് ചീത്തപ്പേര് വരും. ആ ചീത്തപ്പേര് നമുക്കങ്ങ് മാറ്റിയാലോ? എങ്ങനെയോ കിട്ടിയ ധൈര്യത്തിൽ അഞ്ജലി പറഞ്ഞതും ശിവ മനസ്സിലാവാത്തതുപോലെ അവളെ നോക്കി. അഞ്ജലി അവൻ്റെ അരികിലേക്ക് ഒന്നുകൂടെ ചേർന്നു നിന്നു. ഞാൻ തൻ്റെ ഭാര്യയായ ആ ചീത്തപ്പേര് എനിക്കുണ്ടാവില്ലല്ലോ. അഞ്ജലി പറയുന്നത് കേട്ട് ശിവ തറഞ്ഞു നിന്നു. അവളിൽ നിന്നും ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് അവൻ പ്രതീക്ഷിച്ചില്ല. അവൻ്റെ ഭാവം മാറും മുന്നേ തന്നെ അഞ്ജലി പറഞ്ഞു തുടങ്ങി. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ. ബട്ട് എനിക്കിതുവരെ ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല.
പക്ഷേ എനിക്കൊന്നറിയാം, ഐ ലവ് യു. കടലിൽ നിന്നും മാഞ്ഞു വീശിയ കാറ്റിൽ അഞ്ജലിയുടെ സാരിയുടെ തലപ്പവൻ്റെ ദേഹത്തേക്ക് വീശി. ശിവ കേട്ടതൊന്നും വിശ്വാസം വരാതെ നിൽക്കുവാണ്. അഞ്ജലി അവൻ്റെ മറുപടിക്ക് വേണ്ടിയും